വെൽക്കം ടു റേയാസ് കിച്ചൻ. ഞാനിന്നൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാസ്ത നമ്മളുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് എല്ലാം അയക്കണം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ഇത്രയും പാസ്തയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിനും കൂടെ പരിചയപ്പെടാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഒരു 10 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നീട്. പിന്നെ വേണ്ടത് നമുക്കൊരു 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെപ്പർ, പിന്നെ ചിക്കൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, പിന്നെ അണിയൻ, അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ചില്ലി, പിന്നെ വേണ്ടത് കപ്പലണ്ടി ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ച് നെയ്ക്കകത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ എഗ്ഗ്, സോയാ സോസ്. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ആ പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കിനും അത് തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലെല്ലാം കയറി പിടിച്ചോളൂ. ആ സമയം തന്നെ നമുക്കൊരു മറ്റൊരു പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ അണിയൻ, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ടൊമാറ്റോ, ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് ഏകദേശം ഒന്ന് സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ ക്യാപ്സിക്കവും പിന്നെ അതുപോലെ തന്നെ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി വഴറ്റാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഈക്വലായിട്ട് എല്ലായിടത്തും തന്നെ എത്തണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആ സമയം നമ്മുടെ പാസ്ത അത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റി മാറ്റാം. ഒന്ന് വാലേ വെക്കണമെന്നൊന്നുമില്ല. നമുക്കിതുപോലെ ഒന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഈ ഊട്ടത്തവി കൊണ്ടൊന്ന് ഊറ്റി മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ 10 ഗ്രാമും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ മുട്ട, ഒരു മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അടിച്ചു വെച്ചാൽ നല്ലപോലെ ഒന്ന് പതപ്പിച്ച് വെച്ചാൽ മതി. അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നടുക്കിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം ഒന്നും വെന്ത് വരണമെന്നൊന്നുമില്ല. നമുക്ക് ഈ എഗ്ഗ് ഒന്നൊന്ന് ക്രീമി ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയാൽ മതി. ഹാഫ് ബോയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ മതി. ആ ഒരു ഉണ്ടോ, അതുപോലെ നമുക്ക് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി പൊടി, അതായത് പൊടിച്ച് ഒന്ന് വറുത്ത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് സോട്ട് ചെയ്തതാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ അത് ഇളക്കണം, എങ്കിലേ ഈക്വലായിട്ട് എല്ലാ വശത്തും തന്നെ നമുക്ക് ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കുക. തീ ആ സമയത്ത് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കാര്യം നമുക്കധികം ക്രീമി ആയിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, വെള്ളമയവും ഇല്ല. അപ്പോൾ കാരണം ഒന്ന് തീ കുറച്ച് വെക്കണം, എന്നിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം.
അത് സോയാ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അത്രയും മതിയാകും. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കുക. നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട്? കാണാൻ തന്നെ നല്ല ലുക്കില്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം, അധികം എരിവൊന്നുമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.